ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു രണ്ട് കത്രിക്ക എടുത്ത് വെച്ചിട്ടുണ്ടേ. പിഞ്ച് കത്രിക്ക ആയിരിക്കണം. 2 എടുത്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കത്രിക്കയുടെ മേലത്തെ തൊലി ചെത്തിക്കളയണേ. നമ്മൾ 2 കത്രിക്കയുടെ മേലത്തെ തൊലി ചെത്തിക്കളഞ്ഞേ. ഇനി ഞാനിത് ഉപ്പുവെള്ളം എടുത്ത് വെച്ചേക്കട്ടെ, വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചേക്കുക. ഇതിനകത്ത് ഇതിനെ സ്ലൈസായിട്ട് കണ്ടിച്ചിരുന്നേ. ഇത് രണ്ടും അതുപോലെ ചെയ്യേ. നമ്മൾ 2 കത്രികയും ഉപ്പുവെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ 2 തക്കാളി എടുത്ത് വെച്ചേക്കുന്നില്ലേ, അതിന് വട്ടത്തിൽ കണ്ടിച്ച് വെക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഈ ഉപ്പിട്ട കത്രികയില്ലേ, ഇത് ഞാൻ കഴുകിയെടുത്തോണ്ടേ. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ചെറിയൊരു മസാല ഇടാം. അതിന് വേണ്ടിയിട്ട് ഇത് കാശ്മീരി മുളക് പൊടിയേ, ഒരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ടേ. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി അത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം നല്ലതുപോലെ അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ടേ. ഇതിനകത്ത് ഇത് വെച്ചേക്കൊന്നും വേണ്ട, എൻ്റെ കൈ കഴുകുന്ന താമസമേ ഉള്ളൂ. എൻ്റെ കൈ ഇട്ടിട്ടെ ഗ്യാസ് കത്തിക്കാം. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിൽ നമുക്കിതെടുത്ത് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു പോവല്ലേ. ഞാൻ കിടക്കട്ടെ, ഒന്ന് മൂത്ത് കിട്ടണം. നമ്മുടെ ഈ കത്തിരിക്കയുടെ ഒരു വശം ഫ്രൈ ആയേ, ഞാൻ അടുത്ത വശവും കൂടെ. നമ്മുടെ കത്തിരിക്ക മൂത്തേ റെഡിയായി. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. തീ കുറച്ച് കൊടുക്കാം.
ഇനി ഇന്ന് ഇതെടുത്തിട്ട് കൊടുക്കാം, ബാക്കിയും കൂടി ഇരിക്കുന്നത്. നമ്മൾ രണ്ടാമത്തതും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ തക്കാളിയില്ലേ ഒരു ലേശം ഉപ്പ് ഇതിനകത്തുണ്ട്. അത് ഇതിനകത്ത് ഇതുപോലെ തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേ. നമ്മൾ തക്കാളി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേ. തക്കാളി ഇത് മതിയേ, നമുക്കിതൊക്കെ ഒന്ന് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. ഗ്യാസ് ഓഫാക്കി ഈ എണ്ണ ഇനി നമുക്ക് വേണ്ടേ മാറ്റി വെക്കാം. ഇവിടെ വേറൊരു പാത്രം വെക്കാം. അതിനു മുമ്പേ മുട്ട റെഡിയാക്കാം. ഞാൻ ഒരു 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിൽ മുട്ട ഇങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ 6 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. ഇതിനകത്ത് കുറച്ച് ഉപ്പ്, മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇതിനകത്തൊരു ശകലം വെള്ളം, എപ്പോഴും മുട്ട പൊരിക്കുമ്പോൾ ഒരു ശകലം, ഒരു നുള്ളു വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒരു ടേബിൾ സ്പൂൺ. ഇപ്പം 6 മുട്ടയില്ലേ, അതുകൊണ്ട് മുട്ടയ്ക്കൊരു സോഫ്റ്റ്നെസ് വരും ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയേ. ഇതൊന്ന് നല്ലതുപോലെ നല്ലതെന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കരമായിട്ട് അടിച്ചെടുക്കണ്ട, ഇതെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടേ. വെള്ളം കുറച്ചേ ഒഴിക്കാമല്ലേ, ഒരു ടേബിൾ സ്പൂണിനകത്ത് മുട്ടയ്ക്ക് അനുസരിച്ച്. അല്ലെങ്കിൽ പിന്നെ വെള്ളമായിട്ട് അടുപ്പ് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ പിച്ചി പോകും. മതിയേ, നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീരെ കുറച്ച് വെക്കണേ. ഇനി ഇതിനകത്ത് കുറച്ച് മുട്ട ഒഴിച്ചു കൊടുക്കാം. തീരെ കുറയ്ക്കാം. ഇനി ഇതിനകത്ത് ഈ വറുത്ത് വെച്ചേക്കുന്ന കത്തിരിക്കയില്ലേ,
ഇനി ഇതിനകത്ത് ഈ ബാക്കി മുട്ടയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്യാം. ചെറിയ തീയിൽ ഇതിരുന്ന് വെന്ത് വരട്ടെ. നമ്മുടെ മുട്ട നോക്കേ, അത് 4-5 മിനിറ്റ് കഴിഞ്ഞ് തീരെ ചെറിയ തീയിലായിട്ട് കൊടുത്തേക്കുന്നേ. ഇനി ഞാൻ ഇത് തിരിച്ചൊന്നും ഇടുന്നില്ല. ഗ്യാസ് ഓഫാക്കേ, എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. ഇതേ നോക്കിയേ, അടിയൊന്നും കരിഞ്ഞിട്ടില്ല. കണ്ടോ? കണ്ടില്ലേ? നമ്മുടെ കത്തിരിക്ക തക്കാളി മുട്ട ഓംലെറ്റ്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ നമുക്ക് മുറിച്ച് ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കറിയേ. ചോറിനോടും ചപ്പാത്തിയോടൊക്കെ ബെസ്റ്റ് കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മുറിച്ചെടുത്ത് കഴിക്കാം. അപ്പം അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഞാൻ ഇന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ? ഓക്കെ, എൻ്റെ കൈ പൊള്ളുന്നു. ഓക്കെ, നല്ല കിടിലൻ ഓംലെറ്റാണ്. എരി വേണമെന്നെങ്കിൽ കുറച്ച് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം. പച്ചമുളക് ഇടാം, കുരുമുളക് പൊടി ഇടാം. നിങ്ങൾക്ക് എന്താ എരി വേണ്ടത് അതുപോലൊക്കെ ഇടാം. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ.